ഹായ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അക്ഷിത വ്ലോഗ്. ഇന്ന് ഞാനിപ്പോൾ ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലോട്ട് നാട്ടിലോട്ട് വരികയാണ്, വൈക്കത്തോട്ട്. നമ്മൾ എയർപോർട്ടിൽ പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ജിദ്ദ കിങ് അബ്ദുൾ അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. നിങ്ങൾക്ക് ടി വിയുടെ വോയിസ് കേൾക്കാം കേട്ടോ. ഇപ്പോൾ വീട്ടിലാണ് ഞാൻ. 20-ാം തീയതി 4:55 സൗദി ഫ്ലൈറ്റിലാണ് വന്നത്. അപ്പം ജസ്റ്റ് ആ വന്ന വഴിയിൽ നിങ്ങൾക്ക് എയർപോർട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കിങ് അബ്ദുൾ അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ ഇപ്പോൾ ഉള്ള പുതിയ എല്ലാ ഫ്ലൈറ്റും അവിടെയാണുള്ളത്. പഴയ നമ്മുടെ എയർ ഇന്ത്യ അങ്ങനത്തെയാണ് പഴയ ജിദ്ദയിലെ എയർപോർട്ടിലോട്ട് ഉള്ളത്. നമ്മളവിടെ വന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് 23 വെച്ചിട്ട് 46 kg പിന്നെ ഒരു 7 kg ഹാൻഡ് ക്യാരിയാണ് അലൗഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെയിറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടും 20 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടി, ഉള്ളിലോട്ട് എൻട്രി ചെയ്തു. എനിക്ക് അവിടെ സെക്യൂരിറ്റി ചെക്കിങ് ചെയ്യുന്നത് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നെങ്കിലും സൗദിയാണ്, നമ്മുടെ നാടല്ല, എങ്ങാനും പിടിച്ച് ജയിലിലിട്ടാൽ പണി കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് അങ്ങനെ വീഡിയോ എടുത്തില്ല. നമ്മളത് ഉള്ളിലോട്ട് എൻട്രി ചെയ്ത് ഇരുന്നു. അപ്പം നമുക്ക് ടെർമിനലിലേക്ക് പോകാനായിട്ട് ബസ് ഉണ്ടായിരുന്നു, ഇലക്ട്രിക് ബസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ അടുത്ത നമ്മുടെ ഇവിടേക്ക് പോയി. ഫ്ലൈറ്റ് കയറുന്ന ആ ലോഞ്ചിൽ കയറി. അവിടുന്ന് കൃത്യസമയത്ത്, അതായത് സൗദിയുടെ ഒരു പ്രത്യേകതയാണ്, കൃത്യസമയത്ത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. അപ്പം കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, കാരണം വീട്ടിലോട്ട് വരികയാണല്ലോ, അതിൻ്റേതായ എല്ലാ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഏർലി മോർണിംഗ് 1 o'clock ലാൻഡിങ് ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മോളേനെ കൊണ്ടുവരാതെ വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ എക്സ്പ്രഷൻ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ല ഉണ്ടായത്. ഞങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുന്നേക്കാൾ മുമ്പ് അവൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൽ ഒത്തിരി കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു. അതുപോലെ സൗദി എന്ന് പറഞ്ഞാൽ ഒരു 200 above പേർക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റിയ ഫ്ലൈറ്റാണ്. വലിയ ഫ്ലൈറ്റായിരുന്നു നമുക്ക് കിട്ടിയത്. അതിനകത്ത് സീറ്റ് മൊത്തം എംപ്റ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, കാരണം എൻ്റെ ശരിക്കുള്ള സീറ്റ് ഇതാണ്. ഈ സീറ്റിലായിരുന്നെങ്കിൽ എനിക്കൊന്നും കാണാൻ പറ്റില്ല, കാരണം 4 പേരുള്ള ബിഗ് സീറ്റായിരുന്നു. അതിൽ എൻഡിലാണ് ഞാൻ കയറിയിരുന്നത്. അതായത് 52D എങ്ങാണ്ടായിരുന്നു എനിക്ക് കിട്ടിയത്, സോൺ സിയിൽ. അപ്പം അതിനകത്ത് ഭയങ്കര പാടായിരിക്കും. പക്ഷേ എന്തോ എനിക്ക് വിൻഡോ സീറ്റിലിരിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ വ്യൂസൊക്കെ നിങ്ങൾ കാണുന്നത് കേട്ടോ. ആൾക്കാരില്ലാത്തത് കൊണ്ട് മാത്രം കിട്ടിയ ഒരു ലക്കാണ്. അപ്പം ഫ്ലൈറ്റ് എന്താ പറയുക, ഇതിൻ്റെ പുറത്തുനിന്ന് കാണുന്ന വ്യൂസ് എല്ലാം എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഓഫ് കോഴ്സ് ഞാൻ 5 നൈറ്റ് ചെയ്തിട്ടാണ് ആ ട്രാവൽ ചെയ്യുന്ന ഡേ. അപ്പോൾ എനിക്കതിന് അത്ര ക്ഷീണം ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ കൃത്യമായിട്ട് ഞാൻ വണ്ടിയിൽ നിന്നൊക്കെയാണ് വരുന്നത് കേട്ടോ. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറങ്ങണം എന്നുള്ളൊരു ഇത് മാത്രമായിരുന്നു. പക്ഷെ ഞാൻ കണ്ണടയ്ക്കും, അപ്പോഴേക്കും ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി കരയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നാട്ടിൽ പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ വൈക്കത്തെ അമ്പലത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന വടക്കുറത്ത് പാട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കോടിയർച്ചനയുണ്ട്. അപ്പം മൊത്തം ഒരു ഫെസ്റ്റിവൽ മൂഡാണ് ഞങ്ങൾക്ക്. പ്ലസ് പോളശ്ശേരി അമ്പലമുണ്ട് ഞങ്ങളുടെ വൈക്കത്ത്, അവിടെ താലപ്പൊലിയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്നൊരു താലപ്പൊലി ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കും തലയ്ക്കുന്നൊക്കെ ഓരോ വീഡിയോ ഇടുന്നതായിരിക്കും. കണ്ടിന്യൂസ്ലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരു ചടങ്ങാണ്, കാരണം എൻ്റേത് ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരിക്കുമ്പോഴായിരിക്കും അടുത്ത് എന്തെങ്കിലും പണി വരുന്നത്. സോ അത് പറ്റില്ല. നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ട് നമ്മുടെ സൂര്യനെ കണ്ട ആ ഒരു വ്യൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള വ്യൂസും ഒക്കെ ഇടാം. പാലക്കാടാണ് എൻ്റെ വീട്, അപ്പോൾ നമുക്ക് ട്രാവലായിട്ട് ഇടാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂസൊക്കെ എടുത്തിട്ട് സൗദിയിൽ തിരിച്ച് വന്നിട്ടായിരിക്കും ചിലപ്പോൾ അത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അങ്ങനെയാണ് മിക്കപ്പോഴും ചെയ്യാറ്. കാരണം ഇവിടെയുള്ള മാളൂട്ടിയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കും, എന്നിട്ട് അവിടെ വന്നിട്ട് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഷോർട്സായിട്ടും വീഡിയോസായിട്ടും ഒക്കെ ഇടുന്നതാണ് എൻ്റെ ഡെയിലി ഉള്ള ഒരു ഇത്. പക്ഷേ ശരിക്കും വൈക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഞങ്ങളുടെ വൈക്കത്തമ്പലവും ഞങ്ങളുടെ ഉദയനാപുരത്തപ്പനെയൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണല്ലോ നമ്മുടെ വൈക്കം മഹാദേവ ക്ഷേത്രം. ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ട്
റൺവേ കൂടെ പോയ ആ ഒരു വ്യൂസാണ് കേട്ടോ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതേ ഫ്ലൈറ്റ് പൊന്തി പൊന്തി വരികയാണ്. പൊന്തി പൊന്തി വരുമ്പോൾ ശരിക്ക് ഇച്ചിരി ഇരുട്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ മനോഹരമായേനെ. കാരണം താഴെയുള്ള ബിൽഡിങ്ങൊക്കെ എത്ര ആ ലൈറ്റൊക്കെ കാണുമ്പം നല്ല രസമായേനെ. ഇതിപ്പോൾ അത്രയ്ക്കില്ല, പകലായതുകൊണ്ട് അത്രയ്ക്കൊരു ഭംഗിയുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. കാരണം വിൻഡോ സീറ്റ് ആണെന്ന് പറഞ്ഞാലും ഏത് വിൻഡോയിൽ കൂടി എടുത്താലാണ് ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുകയെന്ന് വെച്ചിട്ട് ഞാൻ മറിച്ചും തിരിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ക്യാമറയുടെ പുറകുവശത്ത് എന്തോ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അതിന് എനിക്ക് പിന്നെ അത് ക്ലീനൊക്കെ ചെയ്തെടുത്തപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത് കേട്ടോ. കാരണം ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഇപ്പം തൊട്ടാൽ ഞാൻ വീഴും എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറി ഇരുന്നത്. പിന്നെ സൗദിയിൽ നിങ്ങൾക്കറിയാമല്ലോ, സൗദിയിൽ കയറുമ്പോൾ നമുക്കൊരു ബ്ലാങ്കറ്റ് ഉണ്ടായിരിക്കും, ഒരു പില്ലോ ഉണ്ടായിരിക്കും. നമ്മൾ ഫുഡ് സെലക്ട് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിത് ഇപ്പോൾ ഞാനിപ്പോൾ മൊത്തം ഈ 4 വർഷത്തിൻ്റെ ഇടയിൽ ശരിക്കും 4 പ്രാവശ്യമായി. ആദ്യത്തെ 2 വർഷം ഞാൻ ആകെ ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഈ 2 വർഷത്തിൽ ഇതെൻ്റെ 3ാമത്തെ വെക്കേഷനാണ്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ട്രാവൽ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത് സൗദിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ്. ഒപ്പം തന്നെ നമുക്ക് മച്ച് മോർ കംഫർട്ടബിൾ ആണ് മറ്റേത് ഫ്ലൈറ്റിനേക്കാളും. അവരുടെ സർവീസ് ആയാലും എല്ലാം കൊണ്ടും കേട്ടോ. ഇത് നമ്മൾ ഫ്ലൈറ്റ് പൊന്തിയപ്പോൾ ഉള്ള ചില വ്യൂസാണ് കേട്ടോ. കണ്ടോ എന്ത് ചെറുതായിട്ടാണ് ഇത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് തന്നെ താഴത്തോട്ടുള്ള വ്യൂസ് ചെറുതായി വരികയാണ് ചെയ്യണത്. പിന്നെ പകലായതുകൊണ്ട് മേഘങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എപ്പോഴോ ഞാൻ സ്റ്റാർസിനെയൊക്കെ കണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും എനിക്ക് ഉറക്കത്തിൻ്റെ ഒരു ഇതിൽ ശരിക്കും അത് എന്താ പറയുക, വീഡിയോ ആയിട്ട് എടുക്കാനായിട്ടുള്ളൊരു ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷെ പൊങ്ങുന്നതിനനുസരിച്ച് നമുക്കത് അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ വ്യൂസ് ഇല്ലാണ്ടായിട്ട് വരികയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ സൗദിയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ സർവീസ് ഗുഡാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ഒമാൻ എയറാണ്. ഒമാൻ എയർ എന്ന് പറയുമ്പോഴത്തേനും 2:45 ടു അതായത് 1 മണി ടു 2 AM ഇടയിൽ ഒരു ഫ്ലൈറ്റ് ഉണ്ട് കിങ് അബ്ദുൾ അസീസ് എയർപോർട്ടിൽ നിന്ന്. അത് നമ്മുടെ കൊച്ചിയിൽ ഒരു 1:30 ആകുമ്പോൾ എത്തും. അപ്പം കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ കൂടി അന്നത്തെ ദിവസം തന്നെ നമുക്ക് വീട്ടിലോട്ട് വരാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പ്രിഫർ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റാണ് ഒമാൻ എയർ. പക്ഷേ ഞാൻ തിരിച്ചു പോകാനായിട്ട് ഇപ്പോൾ ഈ വീഡിയോ എടുത്ത ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 20-ാം തീയതിയാണ്. അത് 19-ാം തീയതിയാണ്. 19-ാം തീയതി എയർപോർട്ടിൽ നിന്ന് പോരുന്നതിന് കുറച്ച് മുമ്പാണ് ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തത്. ഏപ്രിൽ 27-ാം തീയതി ഞാൻ തിരിച്ചു പോവും. ഞാൻ ജസീറ എയർലൈൻസിലാണ് ടിക്കറ്റ് എടുത്തത്. അതും അത്യാവശ്യം കോസ്റ്റ്ലി ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആകാശത്തിൻ്റെ വ്യൂ ആണ്. കണ്ടോ ഇതാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് വന്നു. അപ്പോൾ സൗദിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫുഡ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 800 റിയാൽസിനാണ് ടിക്കറ്റ് കിട്ടിയത്. അപ്പോഴത്തേനും ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ വിഷ്വലാണിത്. ശരിക്കും ഇങ്ങനെ മേഘപ്പാളി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, അതുപോലെ ഉണ്ട്. അതെന്തോ സംഭവത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഫ്ലൈറ്റ് പോകാമെന്ന് തോന്നും. ഞാനതൊരു പിക്ചർ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. മൂവബിൾ ഇമേജസ് ആണ് നമ്മൾ കൂടുതലായിട്ടും വ്ളോഗിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞു വീഡിയോസ് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് ലോങ് വീഡിയോ ആക്കലേ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് അത്രയ്ക്കധികം എഡിറ്റ് ചെയ്യാൻ ഇപ്പോഴും ആയില്ല. ഞാൻ ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ പഠിക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് നമുക്കൊരു ബണ്ണ് ഉണ്ടായിരുന്നു, ഒരു പുഡിങ് ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല ചൂട് ബിരിയാണി, ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അതായത് നമുക്ക് ചോദിക്കും അവർ വെജ് ഓർ നോൺ വെജ് എന്ന് ചോദിക്കും. അപ്പം വെജ് ഓർ ചിക്കൻ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ ചിക്കനാണ് പറഞ്ഞത്. കാരണം എനിക്ക് ചിക്കൻ ഇഷ്ടമാണ്. സോ നല്ല ഫുഡായിരുന്നു. പിന്നെ നമുക്കറിയാമല്ലോ ഇത് നോയമ്പിൻ്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവർ പറയും ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഫ്ലൈറ്റിൽ അനൗൺസ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ കഴിച്ചു തുടങ്ങുക. അതിൻ്റെ ഇടയിലുള്ളൊരു വീഡിയോ ആണ്, പക്ഷേ കുറച്ചിടയിൽ ഇങ്ങനെ കയറി വന്നു. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ ലാൻഡ് ചെയ്തു. ഇത് നമ്മുടെ അച്ചുവിന് ഞാനൊരു കുനാഫ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ അവൾ പറയും കേട്ടോ. ഹലോ, ഇതാണ് അമ്മ വാങ്ങിത്തന്ന എനിക്ക് കുനാഫ ചോക്ലേറ്റ്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യണ വീഡിയോ ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ദുബായിൽ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ആണ് കുനാഫ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് അൺബോക്സിങ് വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ മാളും അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനത് അത്ര കാര്യമാക്കിയില്ല കേട്ടോ. 89 റിയാലാണ് നമ്മുടെ എയർപോർട്ടിൽ നിന്നാണ് അത് മേടിച്ച് ഇവിടെ വന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മുടെ ജോയിൻറ്റ് ഫാമിലിയാണെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ 10 മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പം അവളത് പൊട്ടിച്ചു, ഞങ്ങളത് കത്തി എടുത്തുകൊണ്ട് വന്ന് മുറിക്കേണ്ടി വന്നു. ഉള്ളിൽ നമ്മുടെ കുനാഫയാണ് ശരിക്കും. അവൾ ദുബായിൽ നിന്ന് പറഞ്ഞെങ്കിലും ശരിക്കും നമ്മുടെ സൗദിയിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ സൗദിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്നാണ് അതെടുത്തത്. എന്നിട്ട് അവൾക്ക് പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പൊട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ അവൾ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മാളു? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിസ്ത ഫ്ലേവറിലുള്ളതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ആയതുകൊണ്ട് നല്ലപോലെ ടേസ്റ്റ്. അത് കഴിഞ്ഞ് അന്ന് നമ്മൾ വൈക്കത്തമ്പലത്തിൽ പോയ ചില വ്യൂസാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വൈക്കം മഹാദേവ ക്ഷേത്രം. നടന്നു വന്നത് എൻ്റെ മാളൂട്ടിയാണ്. നമ്മൾ ഇപ്പോൾ കോടിയർച്ചനയുടെ ഭാഗമായിട്ട് വൈകിട്ട് നമ്മൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോവും. രാവിലെയും പോവും, 2 നേരവും അമ്പലത്തിൽ പോവും. ഇത് നമ്മളങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്ന ആളുകളല്ലാത്തതുകൊണ്ട് ക്യാമറയും കൊണ്ട് നടക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അത് കാരണം എനിക്ക് എല്ലാം ഒന്നും അങ്ങനെ എടുക്കാൻ ഇപ്പോഴും ഒരു ചമ്മൽ മാറിയിട്ടില്ല. പിന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അമ്പലത്തിൽ ചെന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ പൂജയുടെ സമയത്തൊന്നും വീഡിയോ എടുക്കണം തോന്നിയില്ല. അവിടെ എടുക്കുന്നവരുണ്ടായിരുന്നു, പക്ഷേ എനിക്കതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇത് പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ഭഗവാന്റെ ഒരു ചൈതന്യത്തിന് നമ്മൾ അവിടെ ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്ന് എടുത്തിട്ട് ഈ പൂജ നടക്കുന്നിടത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് പിന്നെ ആ പൂജ കഴിയുമ്പോൾ ആ ചൈതന്യം തിരുമേനിമാർ തിരിച്ചങ്ങോട്ടേക്ക് ആവാഹിക്കും എന്നൊക്കെയാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. ഇത് നമ്മൾ അന്ന് വൈകിട്ട് അവിടുന്ന് കഞ്ഞി കുടിച്ചു. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വൈക്കത്തമ്പലത്തിൽ നിന്ന് കഞ്ഞി കുടിക്കണമെന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.